തിരുവനന്തപുരത്ത് വാഹന പരിശോധനയ്ക്കിടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥിയെ മർദ്ദിച്ചു എന്ന് പരാതി. രാവിലെ 10 മണിക്ക് കോലിയക്കോട് ബിവറേജസിന് സമീപത്ത് വെച്ചായിരുന്നു അതിക്രമം. എന്റെ വണ്ടിയെ കൈയാടിച്ച് കത്തിയിരുന്നു. അപ്പൊ ഞാൻ നല്ല അടുത്തെത്തിയാലും ബ്രേക്ക് പിടിച്ചാൽ കിട്ടൂലിരുന്നു. അപ്പൊ സാറിനെ വെട്ടിച്ച് അവിടെ കൊണ്ട് ആ സൈഡിലെ വരയിൽ അവിടെ കൊണ്ട് പുതുക്കാൻ നിർത്തിയായിരുന്നു വണ്ടി. അപ്പോഴത്തേക്ക് സാറിന്റെ ബാക്കിൽ നിന്ന് ഓടി വന്ന് എന്നെ ഇവിടെ ഈ ഭാഗത്തിട്ട് 4-5 അടി ഈ ചെവിയിലും മുഖത്തായിട്ട് നല്ല അടി അടിച്ചായിരുന്നു. അതിന്റെ ശേഷം ഞാൻ ഇറങ്ങിയപ്പോൾ സാറ് കൊണ്ട് ഗ്യാസ് എടുക്കാൻ പോയി ഞാൻ സാറിനെ കൊല്ലാനാണോ വന്നത് അങ്ങനെയുള്ള രീതി സംസാരിച്ച് എന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് എന്റെ ഭാവി വരയ്ക്കും അങ്ങനെയൊക്കെയാണ് സംസാരിച്ചത്. ആഷിഖ് റഹ്മാനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ആഷിഖ്, CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉദ്യോഗസ്ഥൻ വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത്. വണ്ടി നിർത്താതെ പോയതാണോ പ്രകോപനമായത്? ആഷിഖ്. സരിക, രാവിലെ 10 മണിയോടെയാണ് ഈ അഭയകൃഷ്ണൻ ഈ കോളേജിലേക്ക് പോകുന്നത്. ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തുടർന്ന് അതിവേഗത്തിൽ പെട്ടെന്ന് കോളേജിലേക്ക് ആ സമയമാകുന്നത് നോക്കിയിട്ടായിരിക്കണം പെട്ടെന്ന് പോകുന്ന സമയത്താണ് MVD ഉദ്യോഗസ്ഥൻ ഈ പെട്ടെന്ന് കൈ കാണിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായി കാണാം. പെട്ടെന്ന് ഈ MVD ഉദ്യോഗസ്ഥൻ മുമ്പിലേക്ക് ചാടിയിട്ടാണ് ഈ കൈ കാണിക്കുന്നത്. തുടർന്ന് ഈ അഭയ്ക്ക് പെട്ടെന്ന് ഈ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് ഈ MVD വാഹനത്തിന് കുറച്ച് മുമ്പിലായിട്ടാണ് ഈ വാഹനം നിർത്തുന്നത്. ആ വാഹനം MVD വാഹനം കടന്നു പോയതിന് പിന്നാലെ തന്നെ ഈ MVD ഉദ്യോഗസ്ഥനും ഈ ബൈക്കിന് ചേർന്ന് പിടിക്കുന്നുണ്ട്. തുടർന്ന് വാഹനം നിർത്തുന്ന സമയത്ത് MVD ഉദ്യോഗസ്ഥനും ബൈക്കിന് കൂടെ ഉണ്ട്. അങ്ങനെ ഈ ബൈക്ക് രക്ഷപ്പെടുകയാണ് എന്ന് കരുതിയിട്ടാകണം MVD ഉദ്യോഗസ്ഥൻ ഈ ബൈക്ക് പിടിക്കാനുള്ള ശ്രമം നടത്തിയത്. എന്തായാലും അത്തരത്തിൽ അത് അപകടമായ ഒരു ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തിയെന്നൊരു കാര്യം കൂടിയുണ്ട്. തുടർന്നാണ് ഇത്തരത്തിൽ അഭയകൃഷ്ണന്റെ മുകളിലേക്ക് മുഖത്തേക്കും ചെവിക്കും അടിച്ചതായി അഭി പറയുന്നത്. 5ഓളം തവണ അത് അഭയുടെ മുഖത്തടിച്ചു. തുടർന്ന് ചെവിക്കും അടിച്ചതായി അഭയ് പറയുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ 11,000 രൂപ പിഴ അടയ്ക്കണമെന്ന് ഈ അഭയോട് ആവശ്യപ്പെട്ടു. പക്ഷേ അഭയ് ഇത്രയും പണമില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ 6,500 രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് അഭയ് ഇത്തരത്തിൽ ഇത് സെറ്റിലാക്കി വീട്ടിൽ പോയ സമയത്താണ് വലിയ രീതിയിൽ ശാരീരിക അസ്വസ്ഥത തോന്നുന്നത്. തുടർന്ന് അദ്ദേഹം കന്യാകുളങ്ങര ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചികിത്സ നേടുകയും ചെയ്തു. തുടർന്നാണ് അദ്ദേഹം എന്തായാലും പരാതി കൊടുക്കാൻ തീരുമാനമായിട്ടുള്ളത്. നാളെ MVD ഓഫീസിൽ പോയി പരാതി നൽകാനാണ് അഭയകൃഷ്ണന്റെ തീരുമാനം. എന്തായാലും ഇത്തരത്തിൽ വാഹന പരിശോധനയ്ക്കിടെ യഥാർത്ഥത്തിൽ MVD ഉദ്യോഗസ്ഥന് അടുത്ത് തന്നെയാണ് ഒരു പിഴവ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്ന് ചാടി കൈ കാണിക്കുകയും ആ വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് ഇത്തരത്തിൽ ബൈക്കൊന്നും അത്തരത്തിൽ പെട്ടെന്ന് ചവിട്ടി നിർത്താൻ കഴിയില്ല. നമ്മൾ പെട്ടെന്ന് ബൈക്ക് പിടിച്ചാൽ പോലും അല്പം മുമ്പിലേക്ക് പോയിട്ടാണ് എന്തായാലും വാഹനം നിർത്താൻ കഴിയുക. അത്തരത്തിലാണ് അഭയം ശ്രമിച്ചത്. പക്ഷേ ഇത്തരത്തിൽ രക്ഷപ്പെടുകയാണെന്ന് കരുതി വാഹനം നിർത്താൻ രക്ഷപ്പെടുകയാണെന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ ഒരു അഭയുടെ മുഖത്തേക്ക് അടിച്ചുകൊണ്ട് ഈ MVD ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പരിക്കേറ്റ അഭയ് എന്തായാലും ഈ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സരിക. ശരി, ആഷിഖാണ് വിവരം നൽകിയത്.